പിന്നെ ഈ വടക്കേ ഇന്ത്യയിൽ ഈ നേതാക്കൾ മുന്നണി മാറുകയും പാർട്ടി മാറുകയും അതൊന്നും വലിയ പുതുമയുള്ള സംഗതിയല്ല. ഇപ്പോൾ കേരളത്തിലും അത്തരം സംഗതികൾ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നിന്ന് അത്തരം ഒരു വാർത്ത വരും. ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വാർത്ത. അദ്ദേഹം വലിയ താമസമില്ലാണ്ട് BJPയിലേക്ക് പോകും, അതിനുള്ള കളം ഒരുങ്ങി എന്നുള്ള വാർത്തകൾ വരുന്നു. നമുക്ക് ആ വാർത്ത എത്രത്തോളം സ്ഥിരീകരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്കറിയാം VS ശിവകുമാർ എന്ന ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച്. അദ്ദേഹം K കരുണാകരനാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. തിരുവനന്തപുരത്തേക്ക് ആദ്യമായി കൊണ്ടുവരുമ്പോൾ അദ്ദേഹം യുവാവായിരുന്നു, അതിസുന്ദരനായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ അത് തിരുവനന്തപുരത്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് സുന്ദരന്മാരെ ജയിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം മണ്ഡലം. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ആദ്യമായി കടന്നു വന്നപ്പോൾ കരുണാകരന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ അന്ന് കരുണാകരൻ പറഞ്ഞൊരു വാക്കുണ്ട്. കാരണം കരുണാകരൻ പറഞ്ഞത്, എനിക്ക് ഇത്തവണ തിരുവനന്തപുരവും ഞങ്ങൾ നേടും, അതുപോലെ തൃശ്ശൂരും നേടും. അന്ന് മുകുന്ദപുരമൊക്കെയാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അന്ന് K കരുണാകരൻ പറഞ്ഞതുപോലെ തന്നെ വിജയിച്ചു. രണ്ടിടത്തും കോൺഗ്രസിന് വിജയം നേടാൻ കഴിഞ്ഞു. VS ശിവകുമാർ MP ആയി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹം നല്ലൊരു MP എന്ന രീതിയിൽ പേരെടുത്ത ഒരു വ്യക്തിത്വമാണ്. ഈ ശശി തരൂരൊക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹം MP ആയി അവിടെ കഴിവ് തെളിയിച്ച ആളാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം കോൺഗ്രസ് മിനിസ്ട്രി വരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം അവിടെ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. അദ്ദേഹം ആരോഗ്യമന്ത്രിയായി. അദ്ദേഹം ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും ഏറ്റവും കൂടുതൽ ഈ മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ദുസ്സഹമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ നമുക്ക് കയറാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ അവിടുത്തെ ബാത്റൂമൊക്കെ അത്ര വൃത്തികെട്ട ബാത്റൂമുകളൊക്കെ ആയിരുന്നു. അപ്പോൾ VS ശിവകുമാർ വന്നതിന് ശേഷമാണ് ആശുപത്രി നവീകരണം തുടങ്ങിയത്. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയിലൊക്കെ വളരെ ശുചിത്വത്തോടുകൂടി, അതായത് ബാത്റൂമുകളൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന വിധത്തിൽ ചെയ്യുന്ന ഒരുപാട് പദ്ധതികൾ. അതോടൊപ്പം തന്നെ ഊർജ്ജ ദിനത്തിലൊക്കെ അദ്ദേഹം വൈദ്യുതി ഒഴിവാക്കി മെഴുകുതിരി ഉപയോഗിച്ച് ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചതും, അതോടൊപ്പം തന്നെ പല ദുരന്ത മുഖങ്ങളിലടക്കം അദ്ദേഹം ഓടിയെത്തിയതും ഒക്കെ തിരുവനന്തപുരംകാർ മറന്നിട്ടില്ല. ആരോഗ്യ വകുപ്പിലുണ്ടാക്കിയ മാറ്റങ്ങൾ, കാരുണ്യ ഫാർമസി വഴി പാവപ്പെട്ടവർക്ക് വില കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ നൽകുക, അങ്ങനെ ഒരുപാട് പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഏതോ അഴിമതിയിൽ അദ്ദേഹം പെട്ടു. അതിനുശേഷം കോൺഗ്രസ് അദ്ദേഹത്തെ അനഭിമതനാക്കി മാറ്റി. പറഞ്ഞതുപോലെ ഈ സതീശൻ ആ റേഞ്ചിലൊക്കെ എത്തേണ്ട ഒരു നേതാവ് തന്നെയായിരുന്നു. ഇപ്പോഴുള്ള യുവ നേതാക്കൾക്ക് മുകളിൽ നിൽക്കുന്ന ഒരു നേതാവ്. അഴിമതി ആരോപണം ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് മരുന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറിൽ ഉള്ള ക്രമക്കേടുകളെ സംബന്ധിച്ചാണ്. അതെ. അപ്പോൾ അത്തരത്തിലുള്ള അഴിമതിയെ തുടർന്ന് പിന്നീട് അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം പിന്നീട് ഈ പറഞ്ഞതുപോലെ കുറച്ച് നാളായി അദ്ദേഹം കോൺഗ്രസ് വലിയ ഒരു പ്രാധാന്യമൊന്നും നൽകാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല എങ്കിൽ അദ്ദേഹത്തിന് BJPയിൽ അദ്ദേഹം പോകും എന്നതടക്കമുള്ള അനൗദ്യോഗിക ചർച്ചകൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയിൽ അദ്ദേഹത്തെ എടുക്കാനുള്ള പരോക്ഷമായ ചർച്ചകൾ നടത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം BJPയിൽ പോയാൽ അവിടെ സീറ്റ് കിട്ടുകയും ഒരുപക്ഷെ ഇത്തവണ ജയിച്ചില്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും ആ സീറ്റ് നേടാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ BJP പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നേതാക്കളെ പ്രത്യേകം വിനിയോഗിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. പലപ്പോഴും ഈ സതീശൻ്റെയൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ, KC വേണുഗോപാലിൻ്റെ സ്ഥാപിത താല്പര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ കഴിവുള്ളവരെ മാറ്റി നിർത്തുന്നതിൽ നിന്ന് കോൺഗ്രസ്സിന് ആ കഴിവുള്ളവരെ മാറ്റി നിർത്താൻ പ്രേരിപ്പിക്കുന്നത്. കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഴിവുള്ള നേതാക്കളുണ്ട്. പക്ഷേ ഇവരൊക്കെ വളർന്നു വന്നാൽ തങ്ങൾക്കൊരു ഭീഷണിയാകുമെന്നുള്ള പേടി നിമിത്തമാണ് ഇവർ പലപ്പോഴും ഇത്തരത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉൾപ്പെടെ AICC ഉൾപ്പെടെ KPCC ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നേതാക്കളെ അകറ്റി നിർത്തുന്നത്. പ്രേംലാലിന് എന്താണ് തോന്നുന്നത്? ഉറപ്പായിട്ടും. കാര്യം പലപ്പോഴും ഗ്രൂപ്പിൻ്റെ പരിഗണനകളാണ് പലപ്പോഴും സ്ഥാനമാനങ്ങൾ നിർണ്ണയിക്കുന്നത്. അല്ലെങ്കിൽ ഈ നേതാക്കളുടെ ആശ്രിതർ പെട്ടി ചുമക്കുന്നവർ, അങ്ങനെ ഒരു കാറ്റഗറിയുമുണ്ട്. അല്ലാണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാരമ്പര്യം കൃത്യമായി പറയുന്നതിനപ്പുറം ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഫേവറേറ്റ് ബുക്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നുള്ളത് ചില യുവ നേതാക്കളുടെ പ്രത്യേക ഇതാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഇന്ത്യൻ പ്രണയകഥ എന്ന ഒരു സിനിമ, അതിൻ്റെ അകത്ത് ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ, അത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം ഒരു പരിധി വരെ അതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഒരു ബെസ്റ്റിയായി അങ്ങ് നിൽക്കുക, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രീതി പറ്റുക, അതുവഴി ഒരു സീറ്റ് ഉറപ്പാണെന്ന തരത്തിൽ പ്രവർത്തിക്കുക. എന്നിട്ട് പിന്നീട് ആ സീറ്റ് മറ്റൊരു നേതാവിൻ്റെ മകൾക്ക് പോകുമ്പോൾ മോഹഭംഗപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. അതാണ് ആ സിനിമ ഏതാണ്ട് അതൊക്കെ തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുക. അല്ലാണ്ട് കൃത്യമായി ഏതെങ്കിലും ഒരു
പ്രതിഷേധത്തിലോ സമരപരിപാടികളിലോ ഈ കോൺഗ്രസിൻ്റെ യുവനിരയെ കാണാറില്ല. കൂടുതലും കാണുക ചാനൽ ചർച്ചകളിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് തള്ളുക എന്നതിനപ്പുറം ഏതെങ്കിലും ഗ്രൗണ്ട് ലെവൽ വർക്കിനെ ഇവരെ കാണാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരക്കാർക്ക് ഈ കൃത്യമായി രാഷ്ട്രീയം പഠിച്ച് വളർന്ന ആ ഒരു ത്യാഗോജ്ജലമായ സമര ചരിത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് മറ്റൊരു സുപ്രഭാതത്തിൽ മറ്റൊരു കുപ്പായം എടുത്തണിയാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇത്തരത്തിലൊരു രാഷ്ട്രീയ പശ്ചാത്തലം, അതായത് ആദർശപരമായി തങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തൊരു സംഗതി, അങ്ങനൊരു ഘടകം ഇപ്പോൾ ഇല്ലാണ്ടായിട്ടുണ്ട്. അത്തരം ആദർശ സമരങ്ങളിലൊന്നും ഇപ്പോൾ പുതിയ തലമുറ നേതാക്കന്മാർ പങ്കെടുത്ത ആ ഒരു അനുഭവ പാരമ്പര്യമോ പശ്ചാത്തലമോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ മറ്റൊരു സംഘടന മറ്റൊരു വാഗ്ദാനം നൽകിയാൽ അവർക്ക് ഉറപ്പായിട്ടും അത് സ്വീകരിക്കുക. തൻ്റെ കരിയർ ബിൽഡ് ചെയ്യുക എന്നതിനപ്പുറം മറ്റൊരു ചിന്തയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അനിൽ കെ ആൻ്റണിയുടെ ഉദാഹരണം തന്നെ എടുക്കുക. അദ്ദേഹം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലാണ്. കോൺഗ്രസിൻ്റെ IT വിഭാഗം ചുമതലയുണ്ടായിരുന്ന ഒരാൾ എങ്ങനെ BJPയുടെ പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി? കാരണം ഉത്തരം വ്യക്തമാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി മികച്ച കരിയർ ഓപ്പർച്യൂണിറ്റി, തൻ്റെ ഭാവി മെച്ചപ്പെടുത്താനുള്ള അവസരം കോൺഗ്രസിനെ അപേക്ഷിച്ച് BJP വാഗ്ദാനം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാകുന്നത്, BJP പ്രവേശനം നേടുന്നത്, അതിനുശേഷം BJP സ്ഥാനാർത്ഥി. ഈ ഒരു മാതൃക ബഹുഭൂരിപക്ഷം യുവ കോൺഗ്രസ് നേതാക്കളും പിന്തുടരുന്നു. നേരത്തെ അവസരം കിട്ടി ഇപ്പോൾ അവശകലാകാരന്മാരായിട്ട് തുടരുന്ന കോൺഗ്രസ് നേതാക്കന്മാരും ഈ പാത തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനൊക്കില്ല. കാരണം അവർക്ക് ഈ കറവ് പറ്റിയ പശുക്കളെ പോലെ തൊഴുത്തിൽ നിൽക്കാമെന്നതിനപ്പുറം അവർക്കിനി യാതൊരു പരിഗണനയും കിട്ടില്ല. അപ്പോൾ ശിഷ്ടകാലം ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരണമുള്ള ഒരു പക്ഷേ സമീപഭാവിയിൽ കേരളത്തിൽ അതിശക്തമായ സാന്നിധ്യമാകാൻ സാധ്യതയുള്ള BJPയിൽ ഒരു അംഗത്തിന് പയറ്റുന്നതിന് എന്തുകൊണ്ട് നഷ്ടമാകില്ല എന്നൊരു ചിന്ത അവരിലും ഉണ്ടായാൽ അവരെയും കുറ്റം പറയാനൊക്കില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ അവസരങ്ങളുടെ പ്രയോജനപ്പെടുത്തലാണല്ലോ. അതുകൊണ്ട് VS ശിവകുമാർ ആയിക്കോട്ടെ മറ്റ് ശിവകുമാർമാരും ആയിക്കോട്ടെ, അവർ ഒരവസരം കിട്ടിയാൽ അവർ പയറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ കാര്യമിരിക്കുന്നത്. തീർച്ചയായിട്ടും VS ശിവകുമാറിനെ പോലെയുള്ള മികച്ച രാഷ്ട്രീയ നേതാക്കൾക്ക് BJPയിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പലതും ചെയ്യാൻ കഴിയും എന്നുള്ളത് അദ്ദേഹം പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ അവസാനം ഇത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നതുപോലെ കോൺഗ്രസ് മുക്ത കേരളവുമായി തീരാൻ അധിക താമസം വേണ്ടി വരില്ല.